കേരള സർവകലാശാലയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് അല്പം അയവ് വരികയാണ്. സമരം തുടരുമെന്ന പ്രഖ്യാപനം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സമരം CPM തീരുമാനപ്രകാരമാണ്. CPM ഈ സമരത്തിന് പരിപൂർണമായ പിന്തുണ നൽകുന്നു എന്ന രാഷ്ട്രീയമായ പ്രഖ്യാപനം MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രതിപക്ഷ സംഘടനകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിന് ഇടയിൽ ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടന വലിയൊരു സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രീയം ആകെ കലങ്ങിമറിയുന്ന സ്ഥിതിയിലാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണോ? ഇനി സമരം എങ്ങനെയാണ്? സമരത്തിന്റെ രൂപം എങ്ങനെയാണ്? രതീഷ്, SFI കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ സമരം ഏതാണ്ട് അവസാനിച്ചു. പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാല കെട്ടിടത്തിൻ്റെ പടവുകളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ സമരം ചെയ്യുന്നില്ല. മുദ്രാവാക്യം വിളിയൊന്നുമില്ല. അവരെല്ലാം അല്പസമയത്തിനകം പിരിഞ്ഞു പോകും. ഇപ്പോൾ SFI നേതാവ് ശിവപ്രസാദ് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുകയാണ്. അതുകൂടി കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും. ഇന്നത്തെ സമരം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായ സമരമാണ് SFIയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടായത്. സാധാരണഗതിയിൽ ഈ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് സമരം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഗേറ്റിന് പുറത്തോ അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്കുള്ള വഴിയുടെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചോ പോലീസ് ബാരിക്കേഡ് കെട്ടി ആ സമരങ്ങളെ നിയന്ത്രിക്കുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറ്. പക്ഷേ SFIയുടെ കേരള ആസ്ഥാനത്തേക്ക് ഇന്ന് നടന്ന സമരം അങ്ങനെ ആയിരുന്നില്ല. ആ ബാരിക്കേഡിന് സമീപത്തേക്ക് കുറച്ച് പ്രവർത്തകരെത്തിയെങ്കിലും കൂടുതൽ പ്രവർത്തകരും മറ്റു വഴികളിലൂടെയും മതിൽ ചാടിയുമൊക്കെയാണ് സർവകലാശാല കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം അവർ ഈ കോമ്പൗണ്ടിൻ്റെ മുന്നിൽ, എനിക്ക് പിന്നിൽ കാണുന്ന ഇപ്പോൾ അവർ ഇരിക്കുന്ന ആ ഭാഗത്ത് വന്നാണ് ആദ്യം പ്രതിഷേധിച്ചത്. അവിടെ ആ വലിയ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ VCയുടെ ഓഫീസിലേക്ക് പോകാനായിരുന്നു SFI പ്രവർത്തകരുടെ ശ്രമം. പക്ഷേ അത് പോലീസ് അവിടെ തടഞ്ഞു. അവിടെ പോലീസ് വലിയ തോതിൽ പ്രവർത്തകരെ പ്രതിരോധിച്ചു. പക്ഷേ ആ പ്രതിരോധം ഒരു സംഘർഷത്തിലേക്ക് പോയി കാര്യങ്ങൾ. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നിരന്തരം ബഹളമുണ്ടായി, തമ്മിൽ ബലപ്രയോഗമുണ്ടായി, ഉന്തുതള്ളുമുണ്ടായി. ഇടയ്ക്ക് പോലീസിനെ ലാത്തി ഒന്ന് ഉയർത്തി പ്രയോഗിക്കേണ്ടിയും വന്നു. പക്ഷേ അതൊരു 3/4 മണിക്കൂറോളം തുടർന്നു. അതിനിടയിലാണ് അവിടെ നിന്ന് ഒട്ടധികം പ്രവർത്തകർ എങ്ങനെയൊക്കെ ഈ കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലേക്ക് കയറി പറ്റാമോ അതുവഴിയെല്ലാം കയറി മുകളിലേക്ക് എത്തിയത്. അത് പോലീസിൻ്റെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെ കണക്കൂട്ടലുകൾക്ക് വിരുദ്ധമായിരുന്നു. പോലീസിൻ്റെ നിയന്ത്രണമെല്ലാം അവിടെ പാളി. പ്രവർത്തകരിൽ ഭൂരിഭാഗവും കെട്ടിടത്തിന് ഉള്ളിൽ പ്രവേശിച്ചു. മാത്രമല്ല, അവർ പ്രഖ്യാപിച്ചതുപോലെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ഓഫീസിൻ്റെ മുന്നിൽ അവർ എത്തി ഉപരോധം തീർക്കുകയും ചെയ്തു. പിന്നീട് അവർക്ക് മുന്നിൽ ഒരു ഇരുമ്പഴിയുള്ള വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ആ വാതിൽ തകർക്കാനുള്ള ശ്രമവും SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. അവിടെയാണ് പോലീസ് പിന്നീട് ബലപ്രയോഗം നടത്തിയത്. പക്ഷേ അതൊരു ഇടനാഴിയായിരുന്നു. ആ ഇടനാഴിയിൽ അത്രയധികം പ്രവർത്തകരും, ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകരും അത്രത്തോളം പോലീസും കൂടെ കയറി മാധ്യമപ്രവർത്തകരും കൂടി ആയപ്പോൾ അവിടെ ജാം ആകുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എന്തും സംഭവിക്കാമെന്ന അപകടകരമായ സ്ഥിതി. അതിൽ ചില വനിതാ പ്രവർത്തകരൊക്കെ ദേഹാസ്വാസ്ഥ്യം വന്ന് കുഴഞ്ഞു വീഴുന്നത് കാണാമായിരുന്നു. അവരെയൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്തു. മാത്രമല്ല, സർവകലാശാലയിലെ വിവിധ സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥർ അതത് സെക്ഷനുകളിൽ ഏതാണ്ട് ബന്ധനസ്ഥനാകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പക്ഷേ ആശങ്ക നിറഞ്ഞ ആ നിമിഷങ്ങൾ ഏതായാലും ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ കരുതലോടെയുള്ള ഇടപെടൽ കൊണ്ട് വലിയ അപകടങ്ങളില്ലാതെ പോയി. കാരണം അവിടെ നിന്ന് പ്രവർത്തകരെ താഴേക്ക് ഇറക്കുക അതൊരു അസാധാരണമായ കാര്യമായിരുന്നു. അത് അവിടെ പോലീസ് ആദ്യം ചെയ്തത് ഈ സ്റ്റെയർ കേസ് വഴിയുള്ള പ്രവർത്തകരുടെ പ്രവാഹം തടയുക എന്നുള്ളതായിരുന്നു. അത് കുറച്ച് സമയം പണിപ്പെട്ട് ആ സ്റ്റെയർ കേസിൻ്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു. പിന്നീട് മുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 50-ലധികം വരുന്ന പ്രവർത്തകരെ ഓരോരുത്തരെയായി അടർത്തിയെടുത്ത് ആ സ്റ്റെയർ കേസ് വഴി താഴേക്ക് കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിച്ചത്. പിന്നീട് കൂടുതൽ പ്രവർത്തകരെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ആ കൽപ്പടവുകളിലെല്ലാം പ്രതിഷേധമുണ്ടായി. അവിടെ പിന്നീട് വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഏതായാലും ആ സംഘർഷത്തിന് ശേഷം പൂർണ്ണമായും പ്രവർത്തകരെ VCയുടെ ഓഫീസിന് മുന്നിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇപ്പോൾ കെട്ടിടത്തിന് മുന്നിൽ അവർ അവിടെ ഇരിക്കുകയാണ്. പോലീസും ഇവിടെയുണ്ട്. പക്ഷേ സമരം അവസാനിച്ചിരിക്കുന്നു. രതീഷ്.